ഇവിടെ ഒരു ഗ്രാമത്തിലെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സാറ് തന്നെ ബിറ്റ് കൊടുത്ത് എക്സാം എഴുതിപ്പിക്കുകയാണ്. ആ ഒരു ടൈമിൽ ഭയങ്കര സത്യസന്ധനായ ഒരു DSP വന്ന് അവിടെ കോപ്പി അടിക്കുന്നത് കണ്ടുപിടിക്കുന്നു. അവിടെ എക്സാം എഴുതിയ എല്ലാ കുട്ടികളെയും ആ ഒരു ഓഫീസർ ഫെയിലാക്കാണ്. സ്കൂളിലെ പ്രിൻസിപ്പൾ ആണെങ്കിൽ എങ്ങനെയെങ്കിലും കൈക്കൂലി കൊടുത്ത് ഈ ഒരു പോലീസ് ഓഫീസറിനെ വീഴ്ത്താമെന്ന് കരുതാണ്. കൈക്കൂലി കൊടുത്ത കാരണത്താൽ അയാളെ അറസ്റ്റ് ചെയ്യും. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഹീറോക്ക് അയാളെ പോലെ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസർ ആകണമെന്ന് ആഗ്രഹം തോന്നുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് എക്സാമിന് എല്ലാ കുട്ടികളും കോപ്പി അടിച്ചപ്പോൾ നമ്മുടെ ഹീറോ മാത്രം പഠിച്ചത് മാത്രം എഴുതി പാസ്സായി. അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് UPSC എക്സാം എഴുതാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നു. അവിടെ 15 മണിക്കൂർ ലൈബ്രറിയിലും മില്ലിലും ജോലി ചെയ്ത് 6 മണിക്കൂർ മാത്രം പഠിച്ച് എക്സാം എഴുതിയതുകൊണ്ട് പലതവണ ഫെയിൽ ആയിപ്പോയി. എന്നാലും നമ്മുടെ ഹീറോ ട്രൈ ചെയ്യുന്നത് നിർത്തിയില്ല. ഹീറോ എക്സാമിന് പാസ്സായോ ഇല്ലെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ആ ഒരു വ്യക്തിയുടെ പേര് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഫെയിലുമായി പോയെങ്കിലും തോറ്റു കൊടുക്കാൻ മനസ്സ് വരാതെ ഹീറോ വീണ്ടും ട്രൈ ചെയ്യാണ്. അങ്ങനെ അവസാനത്തെ അറ്റംപ്റ്റിൽ അവൻ പാസ്സാവുകയും ചെയ്തു. പിന്നീട് അവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. എന്നാൽ ആ ഒരു ഇന്റർവ്യൂവർ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ എന്തുകൊണ്ടാണ് 12th ഫെയിൽ ആയത് എന്നാണ്. ഇവനും സത്യം തുറന്നു പറയുകയാണ്, കോപ്പി അടിച്ചത് കൊണ്ടാണ് ഫെയിൽ ആയതെന്ന്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം സത്യസന്ധമായി തന്നെ ആൻസർ ചെയ്യുകയാണ്. സത്യസന്ധമായി ആൻസർ ചെയ്തുകൊണ്ട് തന്നെ ഹീറോയെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് വീണ്ടും ഇന്റർവ്യൂവർ ചോദിക്കുന്നു. എല്ലാത്തിനും അവന് സത്യസന്ധമായി മറുപടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു സത്യസന്ധനായ ഒരു ഓഫീസറിനെ നമുക്ക് ആവശ്യമാണെന്നും പറഞ്ഞ് അവനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അവസാനം ഏത് ഓഫീസറിനെ കണ്ടാണോ അവൻ ഇൻസ്പയർ ആയത് അയാളെ പോയി കണ്ട് അനുഗ്രഹവും വാങ്ങുന്നു. ഒരു വട്ടം നമ്മൾ ഫെയിൽ ആയെന്ന് വെച്ച് ഒരിക്കലും നമ്മൾ തോറ്റു കൊടുക്കരുത്. വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ വിജയം അവിടെ നമുക്ക് വേണ്ടിയിട്ടുണ്ടാവും.